ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് ഖത്തറിലേക്കാണ്. നിരവധി വേക്കൻസീസ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള 9 കമ്പനികളിലേക്കുള്ള വേക്കൻസീസാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഫസ്റ്റത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന് വേണ്ടിയിട്ടാണ്. അതിന് 2 to 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഖത്തറിൽ ഉള്ള ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഇതിലെല്ലാം ആൻഡ് ഫയർ ഫൈറ്റിംഗ് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏതൊക്കെ പൊസിഷൻ ഉണ്ട് നമുക്ക് നോക്കാം. QA QC എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ, ഇത്രയും വേക്കൻസികളിലേക്കാണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഈ എക്സ്പീരിയൻസ് കൂടിയിട്ടുള്ളവരുണ്ടെങ്കിൽ, അതായത് 3 to 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നിങ്ങൾ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്തോ. അങ്ങനെയുള്ള ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് മറ്റൊരു കമ്പനിയിലേക്കാണ്. ഇൻസ്പെക്ടറുടെ വേക്കൻസിന് വന്നിരിക്കുന്നത് 4 വിഭാഗമുണ്ട്. 4 ഡിഫറൻറ്റ് പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, റോഡ് യൂട്ടിലിറ്റി ഇൻസ്പെക്ടർ, ഇറിഗേഷൻ ഇൻസ്പെക്ടർ, മെറ്റീരിയൽ ഇൻസ്പെക്ടർ, അങ്ങനെ 4 സെക്ഷനിലേക്കാണ് ഇൻസ്പെക്ടറുടെ വേക്കൻസി വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നോക്കാം. യൂട്യൂബ് ചാനലിലാണ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഇത് മറ്റൊരു കമ്പനിയിലേക്ക് പ്രൊജക്ട് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. അത് 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. 1 സിവിൽ ആൻഡ് സെക്കൻഡ് 1 ഈസ് മെക്കാനിക്കൽ. ഓക്കെ, മെക്കാനിക്കൽ പ്രൊജക്ട് മാനേജറിന്റെയും അതുപോലെ തന്നെ സിവിൽ പ്രൊജക്ട് മാനേജറിന്റെ വേക്കൻസി ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ട്. അപ്പം അത് ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ യൂട്യൂബിലേക്ക് പോകുക. നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടുത്ത ലോജിസ്റ്റിക് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതൊരു അർജന്റ് വേക്കൻസിയാണ്. വെയർ ഹൗസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഓപ്പറേറ്ററിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഹെവി ഡ്രൈവറിന് വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്ററിന് വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഫയർ സേഫ്റ്റി കമ്പനിയിലേക്കാണ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേക്കൻസി ഉണ്ട്. ഫയർ സിസ്റ്റം സൂപ്പർവൈസറിന് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യന് വേക്കൻസി ഉണ്ട്. ഫയർ സിസ്റ്റം ടെക്നീഷ്യന് വേക്കൻസി ഉണ്ട്. അതും 3 to 10 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട്, അപ് ടു 35 ആണ്. അടുത്തത് ലീഗൽ അഡ്വൈസറിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അത് ഖത്തറിൽ ബാച്ചിലർ ഡിഗ്രി ആയിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ മിനിമം 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. ഖത്തറിന്റെ ലോസും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂട്യൂബിൽ ഉണ്ടായിരിക്കും. മെയിൻ്റനൻസ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2 to 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതുപോലെ തന്നെ ജനറൽ മെയിൻ്റനൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിന് ലൈസൻസ് മാൻഡേറ്ററി. അടുത്തത് കർട്ടൻ വാൾ ക്ലാഡിംഗ് സ്പ്രേ പെയിന്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർപ്പൻറ്റർ, UPVC, പിന്നെ അതുപോലെ അതിൽ വർക്കറിന്റെയും സൂപ്പർവൈസറിന്റെയും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഉണ്ട് നമുക്കിപ്പോൾ ഖത്തറിൽ നിലവിലെ ആഴ്ചയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായ ജോബ്സ് ഫ്രം സെബി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ മെസ്സേജ് അയക്കുക. എന്നിട്ട് നേരെ യൂട്യൂബിൽ പോയി വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വേക്കൻസി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.